അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2ാം ക്ലാസ്സിലെ അഖ്ലാഖിലെ പാദവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. നമുക്ക് നേരെ പേപ്പറിലേക്ക് പോകാം. ഒന്നാമത്തെ പ്രവർത്തനം ചേർക്കാം. ഒന്നാമത്തേത് ചെറിയവരെ, ബ്രാക്കറ്റിൽ അതിനുള്ളത് കാണാം. ചെറിയവരെ സ്നേഹിക്കണം. രണ്ടാമത്തേത് വലിയവരെ, വലിയവരെ നാം എന്താണ് ചെയ്യേണ്ടത്? ബഹുമാനിക്കണം. ബ്രാക്കറ്റിൽ കാണാം. മൂന്നാമത്തേത് മുതിർന്നവരെ എന്തു ചെയ്യണം? അനുസരിക്കണം. 4 ഉമ്മ നമ്മെ 10 മാസത്തോളം ഗർഭം ഡാഷ്. ഉമ്മ നമ്മെ 10 മാസത്തോളം ഗർഭം ധരിച്ചു. അഞ്ചാമത്തത് പൂരിപ്പിക്കാനുള്ളത് ഉമ്മയെ വളരെ സ്നേഹിച്ച ഒരു മകൻ ആയിരുന്നു. ആര്? പേര് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? യഹിയ ബിനു ഷറഫ്. അത് ബ്രാക്കറ്റിൽ കൊടുക്കാൻ മറന്നതാണ്. എന്താണ് പേര്? യഹിയ ബിനു ഷറഫ്. ഇനി അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം. താഴെ കാണുന്ന ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതി കൊടുക്കാം. ഒന്നാമത്തത് വെള്ളം കൊണ്ടുവന്ന മകനു വേണ്ടി ഉമ്മ എന്താണ് ദുആ ചെയ്തത്? അവിടെ ഒരു നൂന് പോയിട്ടുണ്ട്. കൊണ്ടുവന്ന, വെള്ളം കൊണ്ടുവന്ന മകനു വേണ്ടി ഉമ്മ എന്താണ് ദുആ ചെയ്തത്? എന്താണ് അത്? കുട്ടികളെ കൊണ്ട് നന്നായിട്ട് പഠിപ്പിക്കണം. ഉമ്മ എന്താണ് ദുആ ചെയ്തത്? അതുപോലെ തന്നെ ഉമ്മാനോട് മകൻ എന്താണ് മറുപടി പറഞ്ഞത്? അപ്പോൾ വെള്ളം കൊണ്ടുവന്ന മകന് വേണ്ടി ഉമ്മ എന്താണ് ദുആ ചെയ്തത്? അതാണ് നമുക്ക് ഉത്തരം എഴുതേണ്ടത്. ഉത്തരം അല്ലാഹുവേ, എൻ്റെ ഈ ഓമന മകനെ നീ നന്നാക്കണമേ എന്നാണ് ആ മകൻ്റെ ഉമ്മ ആ മകന് വേണ്ടി ദുആ ചെയ്തത്. 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്നു ചോദിച്ചത് എന്തായിരുന്നു? ചെയ്യുന്നായിട്ടുണ്ട്. ചോദിച്ചത് എന്തായിരുന്നു? എന്താണ്? ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ അടുപ്പം കാണിക്കേണ്ടത് ആരോടാണ്? ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ അടുപ്പം കാണിക്കേണ്ടത് ആരോടാണ്? ഇതാണ് ആ നബിയുടെ അടുക്കൽ വന്ന ആ മനുഷ്യൻ നബിയോട് ചോദിച്ച ചോദ്യം. അതിനുള്ള മറുപടിയും നിങ്ങൾ പഠിച്ചു വെക്കണം. എന്താണ് നബിയോട് ചോദിച്ചപ്പോൾ നബി പറഞ്ഞത്? മറുപടി നിൻ്റെ ഉമ്മയോട്. ഇനി അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കാം. ഇവിടെ നമുക്ക് ഒരു വരി തന്നിട്ടുണ്ട്. അത് വിട്ട ഭാഗത്ത് ചേർക്കേണ്ട വാക്കുകൾ നിങ്ങൾ എഴുതണം. അതിന് നന്നായിട്ട് പാഠപുസ്തകം നന്നായിട്ട് വായിച്ചാലാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ എഴുതേണ്ടത് എന്താണെന്ന് മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ നന്നായിട്ട് വായിക്കണം. ഇവിടെ പൂരിപ്പിക്കാനുള്ളത് ഒന്നാമത്തേത് അതിനാൽ നാം ഉമ്മയെ നന്നായി ഡാഷ് വളരെയേറെ ഡാഷ് ഉമ്മ പറയുന്നതെല്ലാം ഡാഷ് എങ്കിൽ നാം ഡാഷ്. പൂരിപ്പിച്ചു കൊടുക്കാം. അതിനാൽ നാം ഉമ്മയെ നന്നായി സ്നേഹിക്കണം, വളരെയേറെ ബഹുമാനിക്കണം. ഉമ്മ പറയുന്നതെല്ലാം അനുസരിക്കണം, എങ്കിൽ നാം സ്വർഗത്തിൽ പ്രവേശിക്കും
ഇതാണ് എഴുതി കൊടുക്കേണ്ടത്. ഇനി അവസാനത്തെ പ്രവർത്തനമാണ് അർത്ഥം എഴുതാം. ഈ പേപ്പറിലെ അവസാനത്തെ പ്രവർത്തനമാണ്. ഇതിന് ശേഷം മറ്റൊരു പേപ്പറുണ്ട്. ഒന്നാമതായിട്ട് കൊടുത്തിട്ടുള്ളത് അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. അതിൻ്റെ അർത്ഥം നിങ്ങൾ എഴുതണം. അതുപോലെ തന്നെ ഇത് എഴുതി പഠിക്കുകയും വേണം. ചിലപ്പോൾ അൽ ജന്നത്തു തഹ്ത അഖ്ദാമി എന്ന് കൊടുത്തിട്ടുണ്ടാകും. ബാക്കി നിങ്ങൾ പൂരിപ്പിച്ച് എഴുതണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. എന്താണ്? സ്വർഗം മാതാപിതാക്കളുടെ പാദങ്ങൾക്ക് കീഴിലാകുന്നു. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. സ്വർഗം മാതാപിതാക്കളുടെ പാദങ്ങൾക്ക് കീഴിലാകുന്നു. ഇനി അടുത്ത പേപ്പറാണ് നോക്കാനുള്ളത്. ഒന്നാമത്തെ പ്രവർത്തനം പൂരിപ്പിക്കാം. ഇവിടെ തന്നിട്ടുള്ള വരി ഇതിൻ്റെ ബാക്കി കൂടെ നിങ്ങൾ എഴുതണം. നോക്കാം. ഒന്നാമത്തേത്, മകനെ നീ ഇതുവരെ ഡാഷ്. അത് നിങ്ങൾക്കറിയില്ലേ? അവർ പറഞ്ഞതാണ്. കുഞ്ഞുമോൻ യഹിയ ബിൻ ഷറഫ് എന്നവരുടെ ഉമ്മ ആ മകനോട് ചോദിച്ചതാണ്. എന്ത്? മകനെ നീ ഇതുവരെ ഉറങ്ങാതെ നിൽക്കുകയായിരുന്നോ? അതാണ് ഉമ്മ ചോദിച്ചത്. അത് പൂരിപ്പിച്ചു കൊടുക്കുക. 2, മകൻ പറഞ്ഞു, അതെ ഉമ്മ ഡാഷ്. നിങ്ങൾ എഴുതി പഠിക്കുക. എന്താണ്? മകൻ പറഞ്ഞു, അതെ ഉമ്മ, ഉണർന്ന ഉടനെ വെള്ളം തരാമെന്ന് കരുതി നിന്നതാണ്. അതേ ഉമ്മ, ഉണർന്ന ഉടനെ വെള്ളം തരാമെന്ന് കരുതി നിന്നതാണ്. ഇനി അടുത്തത് ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം, ഉമ്മയുടെ ദുആ കൊണ്ട് ലോക പ്രസിദ്ധനായ കുട്ടി ആര്? ഉമ്മയുടെ ദുആ ചെയ്ത കാരണം, ഉമ്മ ദുആ ചെയ്ത കാരണം പ്രശസ്തനായ ആ കുട്ടി ആരായിരുന്നു? ഉത്തരം യഹ്യ ബിനു ഷറഫ്. യഹ്യ ബിനു ഷറഫ് എന്നവരാണ് തൻ്റെ ഉമ്മയുടെ പ്രാർത്ഥന കാരണം പ്രശസ്തനായ ആ കുട്ടി. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെയും ചോദിക്കാം, യഹ്യ ബിൻ ഷറഫ് എന്ന കുട്ടി ആരായിരുന്നു? ആരാണ്? ഇമാം നവവി റഹിമഹുമുല്ല എന്നവരാണ്. രണ്ടാമത്തെ ചോദ്യം, ഞാൻ ഏറ്റവും കൂടുതൽ അടുപ്പം കാണിക്കേണ്ടത് ആരോടെന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി എന്തായിരുന്നു? നബിയുടെ മറുപടി എന്താണ്? നിൻ്റെ ഉമ്മയോട്. ഇനി അടുത്ത പ്രവർത്തനം, അദബുള്ള കുട്ടിയെ കണ്ടെത്തൂ. ശരി ചെയ്യുക. അദബുള്ള കുട്ടിക്ക് ആ കോളത്തിൽ നിങ്ങൾ ശരി കൊടുക്കണം. ഒന്നാമത്തത്, ജാബിർ ഉസ്താദിനെ കാണുമ്പോൾ എഴുന്നേറ്റു നിൽക്കുന്നു. ജാബിർ ഉസ്താദിനെ കാണുമ്പോൾ എഴുന്നേറ്റു നിൽക്കുന്നു. അദബുള്ള കുട്ടിയാണോ? അതെ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? അതിന് നേരെയുള്ള കള്ളിയിൽ ശരിയിട്ട് കൊടുക്കുക. 2, അൻവർ മദ്രസയിൽ വൈകിയെത്തുന്നു. അൻവർ മദ്രസയിൽ വൈകിയെത്തുന്നു. അദബുള്ള കുട്ടിയാണോ? അല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ തെറ്റിട്ട് കൊടുക്കണം. മൂന്നാമത്തത്, മുഹമ്മദ്
ചങ്ങാതിയോട് സലാം പറയുന്നു. അതവുള്ള കുട്ടിയാണോ? അതെ, നല്ല കാര്യമാണ് സലാം പറയുക. അപ്പോൾ അതവുള്ള കുട്ടിയാണ്. അപ്പം അതിന് നേരെ എന്ത് ചെയ്യണം? ടിക്ക് ചെയ്യണം. ആ കോളത്തിൽ ശരി എഴുതുക. നാലാമത്തത് റാഷിദ് രാവിലെ ഉണരുന്നു. റാഷിദ് രാവിലെ ഉണരുന്നു. അതവുള്ള കുട്ടിയാണോ? അതെ, അതവുള്ള കുട്ടിയാണ്. നേരത്തെ എഴുന്നേൽക്കണം. അഞ്ചാമത്തതോ? അഞ്ചാമത്തത് അതിൽ ചെറിയ തെറ്റുണ്ട്. അൻവർ എഴുതിയതാണ്. അൻവർ രാവിലെ ഗെയിം കളിക്കുന്നു. അൻവർ രാവിലെ ഗെയിം കളിക്കുന്നു. അതുള്ള കുട്ടിയാണോ? അല്ല. എന്ത് ചെയ്യണം? കോളത്തിൽ തെറ്റ് രേഖപ്പെടുത്തുക. ഇത്രയും നിങ്ങൾ പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുണ്ട്. അത് നന്നായിട്ട് പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.